ഈ കുട്ടികളെയൊക്കെ അറിയാത്തതായിട്ട് കേരളത്തിൽ ഒരാൾ പോലും ഉണ്ടാവില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ എജുപോർട്ടിന്റെ കഴിഞ്ഞ 3 ഇസാറ്റ് എക്സാമുകളിൽ ടോപ്പറായിട്ട് വന്നിരിക്കുന്ന കുട്ടികളാണ്. അവരുടെ റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന വീഡിയോന്റെ സ്ക്രീൻഷോട്ടുകളാണ് ഞാൻ ഇവിടെ ഇട്ടിട്ടുള്ളത്. ഓരോന്നിന്റെയും വ്യൂ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രയധികമാണെന്ന്. ആൻഡ് ഇത് ഇൻസ്റ്റഗ്രാമിലെ കണക്കല്ല, ഇത് യൂട്യൂബിലെ മാത്രം കണക്കാണ്. ഇൻസ്റ്റഗ്രാമിലെയും കൂടെ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ മിനിമം 25 മില്യൺ ആൾക്കാരെങ്കിലും എജുപോർട്ടിന്റെ ഇസാറ്റ് വീഡിയോസ് കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. എന്തുകൊണ്ടാണ് ഇസാറ്റിന് ഇത്രയേറെ അക്സെപ്റ്റൻസ് കിട്ടുന്നത്, ഇത്രയേറെ വ്യൂസ് കിട്ടുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കുട്ടി പഠിച്ച് നേടിയെടുക്കുകയാണ്. എന്താണ് ഈ കുട്ടി നേടിയെടുക്കുന്നത്? 2 വർഷം എജുപോർട്ടിന്റെ കൂടെ ഫ്രീ ആയിട്ട് പഠിക്കാനുള്ള ടിക്കറ്റ് ആണ് നേടിയെടുക്കുന്നത്. എന്താണ് ഈ കുട്ടി പഠിക്കുന്നത്? 2 വർഷം +1 +2 ഇന്റഗ്രേറ്റഡ് സ്കൂളിലാണ് പഠിക്കുന്നത്. അതായത് +1 +2ന്റെ കൂടെ നീറ്റ് ജെഇ പ്രിപ്പയർ ചെയ്യാണ് അറ്റ് ദ സെയിം ടൈം. ആൻഡ് +2 കഴിഞ്ഞ ഉടനെ തന്നെ മികച്ച NITകളിലും IITകളിലും എയിംസിലും ഒക്കെ എത്തിപ്പെടാനുള്ള ഒരു സുവർണ അവസരമാണ് ഇവർ ഇത്ര ചെറിയ പ്രായത്തിൽ നേടിയെടുത്തിട്ടുള്ളത്. ആൻഡ് അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോസിനൊക്കെ ഇത്രമേൽ വ്യൂസ് ഉള്ളത്. ഇത്ര ചെറിയ പ്രായത്തിൽ ഈ കുട്ടികൾ ഇതെല്ലാം അക്സെപ്റ്റ് ചെയ്തെടുക്കുന്നത് കാണുന്ന മലയാളികൾക്ക് ഉണ്ടാകുന്ന അഭിമാനവും സന്തോഷവുമാണ് ഈ ഒരു വീഡിയോസിന്റെ ഇത്രയധികം ഈ വീഡിയോസൊക്കെ വൈറലാവാനുള്ള കാരണം. അങ്ങനെയെങ്കിൽ എല്ലാ കുട്ടികളും ചോദിക്കുന്ന ഒരു കാര്യം, എങ്കിൽ ഒരു ഇസാറ്റ് കൂടെ നടത്താമോ? യെസ്, ഡെഫിനറ്റ് ആയിട്ടും ഒരു ഇസാറ്റ് കൂടെ നടത്താൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചിരിക്കുകയാണ്. ഇസാറ്റിന്റെ 4ാമത്തെ സെഷൻ നമ്മൾ അല്ലെങ്കിൽ ഇസാറ്റ് 4.0 നമ്മൾ സംഘടിപ്പിക്കുകയാണ്. ആൻഡ് അതിന്റെ ഒരു ഡേറ്റ് എന്ന് പറയുന്നത് ഫെബ്രുവരി 22 ആണ്. ഇതിന്റെ ഒരു സിലബസ് വളരെ ക്വിക്കായിട്ട് ഞാൻ പറഞ്ഞുതരാം. എന്തൊക്കെയാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വരേണ്ടതെന്നുള്ളത്. രജിസ്റ്റർ നിങ്ങൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ആൻഡ് ഓൾറെഡി എക്സാം എഴുതിയ കുട്ടികൾക്കും എഴുതാം. നിങ്ങളുടെ റാങ്ക് ഒന്ന് ബെറ്റർ ആക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. നിങ്ങൾ പുറമേ നിന്നൊന്നും പഠിക്കാനില്ല, നമുക്ക് പഠിക്കാനുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ് പഠിക്കാനുള്ളത്. സോ സിലബസിലേക്ക് വരുമ്പോൾ കെമിസ്ട്രിയിൽ ഗ്യാസ് ലോസ് ആൻഡ് മോൾ കൺസെപ്റ്റ് ഉണ്ട്, ഇലക്ട്രോ കെമിസ്ട്രി, മെറ്റൽസ്, സം കോമ്പൗണ്ട്സ് ഓഫ് ഇൻഡസ്ട്രിയൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. ആൻഡ് ഫിസിക്സിലേക്ക് വരുമ്പോൾ മാഗ്നറ്റിക് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറന്റ് ഉണ്ട്, ഇലക്ട്രിക് എനർജി കൺസംഷൻ ആൻഡ് കൺസർവേഷൻ ഉണ്ട്, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഇൻ ഡെയിലി ലൈഫ്, മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഇൻ ആക്ഷൻ, ബയോളജിയിൽ കീമിയോ റിസെപ്റ്റേഴ്സ് ഇൻ ഓർഗാനിസംസ്, ഇമ്മ്യൂണിറ്റി ആൻഡ് ഹെൽത്ത് കെയർ, ബയോളജി ആൻഡ് ടെക്നോളജി, മാത്സിൽ പോളിനോമിയൽസ് ആൻഡ് ഇക്വേഷൻസ്, സർക്കിൾസ് ആൻഡ് ലൈൻസ്, ജിയോമെട്രി ആൻഡ് ആൾജിബ്ര, സോളിഡ്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്. ഇത്രയും ചാപ്റ്റേഴ്സ് ആണുള്ളത്. ആൻഡ് മലയാളം ഇവിടെ നിങ്ങൾക്ക് കാണാം. വാതക നിയമങ്ങളും മോൾ സങ്കല്പനവും, വൈദ്യുത രസതന്ത്രം, ലോഹങ്ങൾ, വ്യാവസായിക പ്രാധാന്യമുള്ള സംയുക്തങ്ങൾ, വൈദ്യുതിയുടെ കാന്തിക ഫലം, വൈദ്യുതോർജ്ജം ഉപയോഗവും സംരക്ഷണവും, വൈദ്യുത കാന്തിക പ്രേരണം, നിത്യജീവിതത്തിൽ യാന്ത്രിക ലാഭം പ്രയോഗത്തിൽ ആണ്. ബയോളജിയിൽ ജീവികളിലെ രാസസംവേദനം, പ്രതിരോധവും ആരോഗ്യ സംരക്ഷണവും, ജീവശാസ്ത്രം, പ്രവണതകളും സാങ്കേതിക വിദ്യകളും, മാത്സിൽ ബഹുപദങ്ങളും സമവാക്യങ്ങളും വൃത്തങ്ങളും വരകളും ജാമിതിയും ബീജഗണിതവും ഘനരൂപങ്ങൾ, സ്ഥിതി വിവര കണക്ക്. ഇത്രയും ചാപ്റ്റേഴ്സ് ആണുള്ളത്. അപ്പോൾ ഈ ഒരു ചാപ്റ്റേഴ്സ് ഒക്കെ ഫോക്കസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഫോക്കസ് അല്ല, ഈ ചാപ്റ്റേഴ്സ് നല്ല രീതിക്ക് പ്രിപ്പയർ ചെയ്തിട്ടായിരിക്കണം നിങ്ങൾ ഫെബ്രുവരി 22-ാം തീയതി സൺഡേ എന്ത് ചെയ്യാൻ വരേണ്ടത്? എക്സാം എഴുതാൻ വരേണ്ടത്. ആൻഡ് എനിക്ക് ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങളെയൊക്കെ ഏതെങ്കിലുമൊക്കെ സെൻറ്ററിൽ നിന്ന് കാണാൻ പറ്റും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അടിപൊളിയായിട്ട് പഠിക്കുക. ഇസാറ്റിൻ്റെ അടുത്ത വീഡിയോ കോൾ അല്ലെങ്കിൽ അടുത്ത റിസൾട്ട് അനൗൺസ് ചെയ്യുമ്പോൾ അത് നിന്നെ ആയിരിക്കും, ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിന്നെ ആയിരിക്കും അത് വിളിക്കാൻ പോകുന്നത് എന്നുള്ളത് മൈൻഡിലിട്ടിട്ട് പ്രിപ്പയർ ചെയ്യുക, പണിയെടുക്കുക, തുടങ്ങുക. നമുക്കിത് പൊളിച്ചടക്കണം.